അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് പണത്തിൻ്റെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. പണപ്പെരുമഴയുടെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. വീട്ടിലുകാരെല്ലാവരും കൂടെ മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന സമയത്ത് ബിഗ് ബോസ് ഒരു ഇടിമിന്നലും മറ്റേ ഇടിയും ഒക്കെ അങ്ങോട്ട് പൊട്ടിച്ചത്. ആ സമയത്ത് എല്ലാവരും കൂടെ ഇറങ്ങി ഓടി. അപ്പോൾ അവിടെ ഇരുന്ന കുറച്ച് എന്തോ സാധനത്തിനകത്തുനിന്ന് കുറേ പേപ്പറും പൈസ എല്ലാം കൂടെ ചിന്നിച്ചെതറി അവിടെ എല്ലാം വീണ് എല്ലാവരും കൂടെ വാരി എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. നെവീൻ്റെ അടുത്ത് എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടും നെവീൻ നൈസായിട്ട് 130 രൂപ അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റി അവിടെ കൊണ്ടുവച്ചു. ബാക്കി എല്ലാവരും അവരുടെ മാക്സിമം ട്രൈ ചെയ്തു. 10,000 രൂപയുടെ ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും 1000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് പൈസ കിട്ടിയിരിക്കുന്നത്. നെവീൻ്റെ അടുത്ത് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്, എടുത്തോടാന്ന് ചോദിക്കുമ്പോൾ നെവീൻ എടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ആദില കിച്ചൻ്റെ അവിടെ പോയിരുന്ന് പൈസ എണ്ണിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ നെവീൻ അവിടെ നിന്നിട്ട് ഈ പൈസയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ടാ, നിനക്ക് ഉപകാരം ഇല്ലല്ലോ, അതെനിക്ക് തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നെവീൻ തരത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത്ര പൈസയാണ് കിട്ടിയത്. അങ്ങനെ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി. അക്ബറിന് 1500 രൂപയും സാബുമാന് 1830 രൂപയും നൂറയ്ക്ക് 820 രൂപയും ആദിലയ്ക്ക് 1390 രൂപയും അനുമോൾക്ക് 1340 രൂപയും 30 രൂപയും ഷാനവാസിന് 1280 രൂപയും അതുപോലെ അനീഷിന് 1510 രൂപയുമാണ് കിട്ടിയത്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നെവീൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കണം, നെവീൻ എന്തെങ്കിലും കയ്യിലുണ്ടോ, ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നെവീൻ പറയാണ് ബിഗ് ബോസ് ഒരു 130 രൂപയുണ്ട്. അപ്പം ബിഗ് ബോസ് ചോദിക്കണം, നെവീൻ അതിന് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നെവീൻ പറയുകയാണ്, ആർക്കെങ്കിലും ഞാൻ നോക്കട്ടെ കൊടുക്കാം എന്നുള്ള രീതിയിൽ. ഞാൻ വിചാരിച്ചു അക്ബറിന് കൊടുക്കുമെന്ന്. എന്തായാലും നെവീൻ 100 രൂപ അനീഷ് ചേട്ടന് കൊടുത്തു, 10 രൂപ അനുമോൾക്കും 10 രൂപ നമ്മുടെ നൂറയ്ക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 10 രൂപ ബാക്കി ഉണ്ടായിരുന്നത് അക്ബറിന് കൊടുത്തു. അങ്ങനെ ആ ഒരു എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് പിന്നെ ബിഗ് ബോസ് ഒന്നുകൂടെ എക്സ്ട്രാ വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു എത്രയായി കിട്ടിയെന്നൊക്കെ. അതെല്ലാം പറഞ്ഞു. അപ്പോൾ ആ ഒരു ടാസ്ക് കഴിഞ്ഞു. ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്, ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അത് മാത്രവുമല്ല, ട്വിസ്റ്റ് അല്ലല്ലോ ഇത്, ഓൾറെഡി എല്ലാവരും അറിഞ്ഞല്ലോ. ബിഗ് ബോസിൻ്റെ ആരാണോ വിന്നർ അവരുടെ പൈസയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നിന്നുമാണ് ഈ പൈസ പോകുന്നത് എന്നുള്ള രീതിയിലും കൂടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു വിഷമമുണ്ട്. പൈസ ക്രെഡിറ്റ് ആവുമെന്ന് കേട്ടപ്പോൾ ഉള്ള സന്തോഷം ആർക്കും വിന്നറിൻ്റെ പൈസ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഇല്ലായിരുന്നു.